ഹലോ, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഞങ്ങൾ വീണ്ടും ഒരു യാത്ര കഴിഞ്ഞെത്തിയുള്ളൂ രാവിലെ. അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വൈശാഖ മാസമായിട്ട് വൈശാഖത്തിലെ പുണ്യദിനങ്ങളുടെ ഒരു 30 ദിവസം നമ്മൾ വളരെയധികം ധ്യാനത്തോടും ജപത്തോടും ഭഗവത് സ്മരണയോടും കൂടി ഇരിക്കേണ്ട കാലഘട്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയാൽ ധാരാളം വൈശാഖത്തിൻ്റെ പ്രാധാന്യത്തിനെ പറയുന്ന, അതേപോലെ 30 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ? കാലത്തിനനുസരിച്ച് നമുക്ക് നീങ്ങാം. അതൊക്കെ നോക്കി മനസ്സിലാക്കി ആചരിക്കുക. എല്ലാവരും അതൊക്കെ ആചരിക്കുക. നേരത്തെ എണീച്ച് കുളിക്കുക, ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുക, നേരത്തെ കുളിക്കുക. അതേപോലെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക. കഴിയുമെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുക, നമസ്കരിക്കുക. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ദാനം ധാരാളം ചെയ്യുക, അതാണ് ഏറ്റവും വിശേഷം. ഈ മാസത്തിൽ ചെയ്യുന്ന ജലദാനം, അതേപോലെ അന്നദാനം, അല്ലെ, വീശറി ദാനം ചെയ്യും, ചെരുപ്പ് ദാനം ചെയ്യും, എല്ലാ ഫ്രൂട്ട്സ്, സകല വസ്തുക്കളും ദാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാസത്തിൽ. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്ന ഒരു കാര്യമാണ് ദാനം ചെയ്യൂ, കർമ്മത്തിനെ കുറയ്ക്കൂ, കർമ്മം എടുക്കൂ. നമ്മുടെ ദുരിത കർമ്മങ്ങളൊക്കെ തീരാനായിട്ട് ദാനം സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനും കൂടെ നമ്മളൊരു പറ്റിയ ദിവസങ്ങളാണ് ഈ 30 ദിവസങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈശാഖ മാസ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ॐ शान्ति शान्ति शान्तिः. शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം. നമ്മൾ ദ്വിതീയ സ്കന്ധത്തിൽ 3 അധ്യായം വരെയാണ് കണ്ടത് അല്ലേ? ഇനി 4-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നേരത്തെ ചോദിച്ചത്, അതായത് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ആചരിക്കേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ വൈശാഖ മഹാത്മ്യത്തിലും അതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യണം? മരിക്കാൻ പോകുന്ന മനുഷ്യന് പ്രത്യേകം പറഞ്ഞത് പരീക്ഷത്തിന് ഇനി 7 ദിവസമേ ഉള്ളൂ മരിക്കാൻ എന്നറിയാം. പക്ഷെ നമ്മൾക്കൊന്നും അത് അറിയില്ല. അതുകൊണ്ട് ഏത് നിമിഷവും നമുക്കത് സംഭവിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാം അല്ലേ? ശുഭസ്യ ശീക്രം എന്ന് പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാം. നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു ഭാവത്തോടു കൂടെ വേഗം വേഗം നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇവിടെ 4-ാം അധ്യായത്തിൽ ചോദിക്കുകയാണ്, നമുക്ക് ചിന്തയിൽ പോലും കൽപ്പിക്കാൻ പോലും പറ്റാത്ത ആ ചിന്ത്യരൂപനായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഈ ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് അല്ലേ? നമുക്ക് അത്ഭുതം തോന്നും. രാവിലെ എണീച്ച് നമ്മൾ തുളസിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് 2 പുഷ്പമൊക്കെ അറുത്ത് ഭഗവാന് വെക്കട്ടെ എന്ന് വിചാരിച്ച് പുഷ്പം ഇറക്കാൻ പോകുമ്പോൾ ഒരു പുഷ്പം പോലെ ആവില്ല അടുത്ത പുഷ്പം. അപ്പം നന്ദ്യാർ വട്ടപ്പൂവൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇതളുകളൊക്കെ നോക്കിയാൽ 5 ഇതളുള്ള പുഷ്പങ്ങൾ അല്ലെങ്കിൽ 7 ഇതളുള്ള പുഷ്പങ്ങളൊക്കെ നമ്മളുടെ പ്രപഞ്ചത്തിലുണ്ട്, നമ്മുടെ മുറ്റത്തുണ്ട്. പക്ഷെ ഒന്നുപോലെ ഇരിക്കില്ല. നമ്മളൊക്കെ തന്നെ ഒരച്ഛനെയും അമ്മയുടെയും മക്കളും ഒരുപോലെ ഇരിക്കില്ല. എന്തിനു പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ 5 വിരലുകൾ അത് ഒരേപോലെ ഉണ്ടോ? ഒക്കെ വ്യത്യസ്തമായിട്ട്. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഈ പ്രപഞ്ചത്തിനെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് പരിപാലിക്കുന്നത്, ഏതൊക്കെ ശക്തികളെ സ്വീകരിച്ച് അവിടുന്ന് ലീലയാടുന്നു, ഏതൊക്കെ ശക്തി സ്വീകരിച്ച പറഞ്ഞാൽ നമ്മൾ കാണുന്ന അവതാരമൂർത്തികളൊക്കെ കാവിൽ ചെല്ലുമ്പോൾ ദേവിയെ ആരാധിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ തിങ്കളാഴ്ച ശിവൻ അല്ലേ, ഞായറാഴ്ച സൂര്യൻ, തിങ്കളാഴ്ച ശിവൻ, ചൊവ്വാഴ്ച ഭഗവതി, ബുധനാഴ്ച കൃഷ്ണൻ അയ്യപ്പൻ, വ്യാഴാഴ്ച കൃഷ്ണൻ, വെള്ളിയാഴ്ച പിന്നെയും ഭഗവതി, ശനിയാഴ്ച അയ്യപ്പൻ. ഇങ്ങനെ ഓരോ മൂർത്തികളെ നമ്മൾ ആരാധിക്കുന്നു. ശ്രീരാമചന്ദ്രൻ, ഗണപതി, സരസ്വതി എന്നൊക്കെ പറഞ്ഞിട്ട് പല മൂർത്തികളെ നമ്മൾ ആരാധിക്കുന്നുവല്ലോ. ഏതൊക്കെ ശക്തികളെ സ്വീകരിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ലീലയാടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം.
അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നാണെന്നുള്ളൊരു ഭാവം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ദ്വൈതഭാവം ഉണ്ടാവരുത്. ഇതിന് സമാധാനം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഭഗവാൻ പറയാണ്, ഭഗവാന്റെ കരുണ ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം. ആദ്യം അത് മനസ്സിലാക്കണം. ഞാൻ ചെയ്തു നമ്മളൊരു ദിവസം എത്ര വട്ടം പറയും അല്ലേ? ഞാൻ ചായ വെച്ചു, ഞാൻ ചോറ് വെച്ചു, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാവിൽ വരുന്നൊരു വാക്കാണ് ഞാൻ. അപ്പോൾ ഇവിടെ പറയണ ഭാഗവതോത്തമനായതുകൊണ്ട് തന്നെ ഭഗവാന്റെ കരുണ അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളൊരു സത്യത്തിനെയാണ് ആദ്യം പറയുന്നത്. അങ്ങനെയുള്ള അർത്ഥത്രാണപരായണനായിട്ടുള്ള ഭഗവാന്റെ പാദത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. ആ ത്രിഗുണാത്മകയായിട്ടുള്ള സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 മായ കൊണ്ട്, യോഗമായ കൊണ്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സ്വരൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചകോടികളുടെ സൃഷ്ടി, അത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒന്നല്ലല്ലോ, ബ്രഹ്മാണ്ടങ്ങൾ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ആ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതൊക്കെ ഒരു ലീലയാണ്, ഒരു കളിയായിട്ട് നടത്തുന്ന അങ്ങക്ക് നമസ്കാരം. അതേപോലെ തന്നെ അവിടെ ഏതേത് ദേവതാ രൂപത്തിലാണ് ഇരിക്കുന്നത് വെച്ചാൽ അവിടെ ഇരുന്ന് അതാത് ഫലം കൊടുത്ത് നിഷ്കാമന്മാരായവർക്ക് ഭഗവാൻ തൻ്റെ സ്വരൂപത്തിനെ തന്നെ കൊടുക്കുന്നവനായിട്ടുള്ള ഭഗവാൻ നമസ്കാരം. നമുക്ക് ഭഗവാനെ തന്നെ നമ്മൾക്ക് തരുന്നതാണ്. നമ്മൾ എന്ത് ചോദിക്കേണ്ട കാര്യമില്ല, ഭഗവാനെ തന്നെ തരാനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. നമ്മൾ പക്ഷെ ചോദിക്കുന്നതോ നിസ്സാരമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിഷ്കാമന്മാരായവരെ, അല്ലെങ്കിൽ ഈ ഒരു സുഖത്തിനും അല്ലെങ്കിൽ ഒരു കാമവും ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ തന്നെ തരും. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അതേപോലെ തന്നെ ആരുടെ കീർത്തനമാണോ, ആരുടെ സ്മരണമാണോ, ആരുടെ ദർശനമാണോ, ആരെ വന്ദിക്കുന്നതാണോ, ആരെ ശ്രവിക്കുന്നതാണോ, ആരെ ആണോ, അതൊക്കെ നമ്മളെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള വന്നിട്ടുള്ള ദുരിതരാശികളെയൊക്കെ നശിപ്പിച്ച് കളയുന്ന അങ്ങനെയുള്ള ആ ഭഗവാൻ നമസ്കാരം. അതായത് ഭഗവാനെ പൂജിക്കുക, ശ്രവിക്കുക, കീർത്തിക്കുക, നാമം ജപിക്കുക എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ജന്മാന്തര ദുരിതങ്ങളൊക്കെയാണ് ഭഗവാൻ തീർത്ത് കളയുന്നത്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. പിന്നെയോ തപസ്വികളോ ദാനനിഷ്ഠന്മാരോ യോഗികളോ മന്ത്രവിത്തുക്കളോ ആരോ ആവട്ടെ, ആ ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്യാതിരുന്നാൽ ഒരിക്കലും ക്ഷേമത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാനിൽ പ്രേമമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ നിഷ്ഫലമാണ്. എന്നാൽ 1000 പാപങ്ങൾ ചെയ്ത മഹാപാപിയാണെങ്കിൽ പോലും ആ ഭഗവാന്റെ പാദദാസന്മാരുടെ സംഗമം കൊണ്ട് അല്ലെങ്കിൽ സത്സംഗം കൊണ്ട് അതിശുദ്ധന്മാരായിത്തീരുന്നു. അങ്ങനെയുള്ള നീതിരുവടിക്ക് നമസ്കാരം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ. അങ്ങനെയുള്ള ഭഗവാന് പിന്നെ എല്ലാവരുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും നിയന്താവായിക്കൊണ്ട് നമ്മളെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന സർവസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ കപടഭക്തന്മാരാൽ, നിഷ്കപട ഭക്തന്മാർ, അങ്ങനെ നമ്മളൊക്കെ ശരിക്കും ചെയ്യുന്നത് ഒരു കപടഭക്തിയാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? സീസണൽ ഭക്തി, കപടഭക്തി എന്നൊക്കെ പറയാം. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഭക്തനാണോ എന്ന് നമ്മൾ ആഴത്തിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. നമ്മൾ ഭക്തി ഉണ്ടാവാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഭക്തി മാർഗമാണത്. എന്നാൽ ഭക്തി യോഗത്തിലേക്ക് നമ്മൾ എത്തിയണോ എന്ന് നമ്മളെ തന്നെ സ്വയം വിചിന്തനം ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇവിടെ ആ ഭക്തന്മാരാൽ ദർശിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ബ്രഹ്മാവിന് പോലും ആദ്യം സൃഷ്ടിക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല അല്ലേ? അല്ലയോ ഭഗവാനെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് കണ്ടത് നമ്മൾ കണ്ടു നാരായണീയത്തിലൊക്കെ. അപ്പം അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെയും ഉള്ളിലിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. അതേപോലെ തന്നെ ഈ ദാസൻ്റെ എൻ്റെ ഇവിടെ ശുഖബ്രഹ്മർഷി പറയാണ്, ഈ ദാസനായ എൻ്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ. ആരുടെ മുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള ജ്ഞാനാമൃതമാണോ പരമഭക്തന്മാരെപ്പോഴും പാനം ചെയ്യുന്നത് ആ വേദവ്യാസമുനിക്കും നമസ്കാരം. ഈ ചോദ്യം തന്നെ പണ്ട് നാരദൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആ സംവാദത്തിനെ പറയാം, ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ 4-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. അപ്പം നമുക്കിനി ഇതൊന്ന് വായിച്ചിടാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 4-ാമത്തെ അധ്യായത്തിലെ മംഗളാചരണമാണ് ശുഗൻ്റെ, ശ്രീ ശുഗൻ്റെ മംഗളാചരണത്തോട് കൂടിയിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത് എന്നാണ്. നോക്കാം നമുക്ക്. അഥ ചതുർത്ഥോധ്യായഃ. സൂത ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം. സൂത ഉവാച. വയ്യാസകേരിതി വചസ്തത്വനിശ്ചയമാത്മന
ഉപധാര്യമതിം കൃഷ്ണേ ഔത്തരേയ സതീം യഥാത് ആത്മജായ സുധാകാര പശുദ്രവണബന്ധുഷു രാജ്യേ ചാവികലേ നിത്യം വിരൂഢാ മമതാം ജഹോ പപ്രച്ഛ ചേമമേവാർത്ഥം ജന്മാം പൃച്ഛത സത്തമാഹ കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധാനോ മഹാമനാഹ സംസ്ഥാം വിജ്ഞായ സംന്യസ്യ കർമ്മത്രൈവർഗികം ചയത് വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗതാ രാജോവാച സമീചീനം വചോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവാനഘ തമോ വിശീര്യത്തെ മഹ്യം ഹരേ കഥയത കഥാം ഭൂയ ഏവ വിവത്സാമി ഭഗവാനാത്മമായയാ യഥേദം സൃജത്തെ വിശ്വം ദുർവിഭാവ്യമതീശ്വരൈः യഥാ ഗോപായതി വിഭുർയഥാ സംയച്ഛതേ പുനഃ യാം യാം ശക്തിമുപാശ്രിത്യ പുരുഷക്തിപരപുമാൻ ആത്മാനം ക്രീഡയൻ ക്രീഡൻ കരോതി വികരോതി ച നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരദ്ഭുതകർമ്മണ ദുർവിഭാവ്യമിവാഭാതി കവിശ്ചാഭിചേഷ്ടിതം യഥാ ഗുണാംസ്തു പ്രകൃതേ യുഗപത്ക്രമശോപി വാ വിഭർത്തി ഭൂരിശസ്ത്വേക കുർവൻ കർമാണി ജന്മഭി വിചികിത്സിതമേതന്മേ ബ്രവീതു ഭഗവാൻ യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാത പരസ്മിംശ്ച ഭവാൻ ഖലു സൂത ഉവാച ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഗുണാനുകഥനേ ഹരേ ഋഷീകേശമനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ ശ്രീശുക ഉവാച നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാനനിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യ വർത്മനെ ഭൂയോ നമഃ സദ്വൃജിനച്ഛിദേ സതാം അസംഭവായാഖില സത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാമനുമൃഗ്യദാശുഷേ നമോ നമസ്തേ ത്വഋഷഭായ സാത്വതാം വിദൂരകാഷ്ഠായ മുഹുഃയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ യത്കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിദ്നോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ വിചക്ഷണായ ചരണോപസാദനാൽ സംഘം വ്യുതസ്യോഭയതോന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ തപസ്സിനോ ദാനപരായ യശസ്വിനോ മനസ്സിനോ മന്ത്രവിദസ്സു മംഗളാഃ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ വിരാതപൂർണാന്ത്രപുളിന്ദ പുൽക്കസാഭീരകങ്കായവനാഖസാദയ യേനേ ച പാപായുധുപാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ സ ഏഷ ആത്മാത്മവതാമധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യലീകൈരജശങ്കരാദിഭിർവിദർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം ശ്രേയപ്പതിർയജ്ഞപതി പ്രജാപതിർധ്യാപതിർലോകപതിർധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണിസത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതി യദംഘ്രഭിധ്യാന സമാധിദൗദയാദ്യാനുപശ്യന്തി ഹി തത്വമാത്മന വദന്തി ചേതത്കവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വതാജസ്യ സതിം സ്മൃതിം പ്രതി സ്വലക്ഷണാ പ്രാദുരഭോർക്കിലാസ്യത സമേ ഋഷേണ വൃഷഭ പ്രസീദതാം ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായശേതേദമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പപുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം ഏതദേവാത്മഭൂരാജന്നാരദായ വിപൃച്ഛതേ വേദഗർഭോഭ്യതാഹരിരാത്മന ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.